السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. അൽഹംദുലില്ലാ നമ്മൾ പുതിയ മോഡല് 2 സെഷൻ കംപ്ലീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ ഇതിപ്പോൾ 3ാമത്തെ സെഷനിലാണ്. ഇന്ന് സൂറ ആൽ ഇമ്രാന്റെ 41 മുതൽ 47 വരെയുള്ള ആയത്തുകൾ, അതിന്റെ ഖിറാഅത്ത്, ട്രാൻസ്ലേഷൻ, വാക്കർത്ഥം, റൂട്ട് ലെറ്റർ ഒക്കെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഷോർട്ട് സെഷൻ ആയിരിക്കും. അപ്പം കഴിഞ്ഞ സെഷനൊക്കെ എല്ലാവരും അർത്ഥങ്ങളൊക്കെ പഠിച്ച് ആയത്തുകൾ റിപ്പീറ്റ് ആയിട്ട് കേട്ട് തദ്ബുറൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുന്നു. ശ്രമിക്കാത്തവര്, മിസ്സായവര് എന്തായാലും, കാരണം നമ്മളിത് ഒരു സെഷനിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ളത് മിസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് തദബ്ബുർ എന്തായാലും, കാരണം തദബ്ബുർ നമ്മൾ നിർബന്ധമാക്കിയിട്ടില്ല, ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടേ ഉള്ളൂ. അവിടേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ നല്ലപോലെ പുഷും ചെയ്യണം, നല്ലപോലെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയും വേണം. അതുകൊണ്ട് അത് നിർബന്ധം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട. കാരണം നമ്മൾ സുബ്ഹാനല്ലാഹ് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ദുആ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് എത്തിച്ചെന്ന അവസരമായിരിക്കും. അപ്പം ദുആ ചെയ്ത അല്ലാഹു അവസരം എത്തിച്ചു തന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരായിട്ട് മാറും. അൽഹംദുലില്ലാഹ്. അപ്പം എല്ലാവരും ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇന്നത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് പതിവ് പോലെ നമ്മളുടെ മുഹാസബ, ഗോൾ റിമൈൻഡർ, പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യാനുള്ള സമയമായി അടുത്ത 2 ആഴ്ചയിലേക്കുള്ളത്. അപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇട്ട കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അല്ലെ, ഒരു 100% ഒന്നും മാറ്റം വന്നിട്ടില്ലെങ്കിലും ജീവിതത്തിന് മുമ്പുള്ള അവസ്ഥകളിൽ നിന്ന് എല്ലാവർക്കും ചെറിയ തോതിലെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്താണോ എടുത്തത്, ഫർദാണോ സുന്നത്താണോ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്ന എന്തൊരു കാര്യമാണോ എടുത്തത്, അത് നിരന്തരം അതിനുവേണ്ടി ദുആ ചെയ്യും, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അൽഹംദുലില്ലാഹ് എനിക്കും കുറേ കാര്യങ്ങൾ അതുപോലെ മുഹാസബയുടെ ഭാഗമായിട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടിപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മോട്ടിവേഷൻ സെഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ചയിൽ നടത്തിയ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, വസ്തഈനു ബിസ്സബ്രി വസ്സലാ. അത് തന്നെയാണ് എല്ലാത്തിന്റെയും സൊല്യൂഷൻ. ഓരോ കാര്യങ്ങളും നമ്മൾ സീരിയസ് ആക്കി എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് സഹായം തേടിക്കൊണ്ട് നമ്മൾ അതിനു വേണ്ടി സ്ട്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ഷമയോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കും. അഊദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സോറി, ഫോണൊന്ന് ഓഫായത്. അപ്പം നമ്മൾ ക്ഷമയോടുകൂടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പായിട്ടും നമ്മൾക്ക് ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഓരോ പ്രയാസങ്ങളും നമുക്ക് എളുപ്പമായിട്ട് മാറും. അപ്പൊ എല്ലാവരും ആ ഒരു അവസരം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചർഡ് ആയിട്ട് കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ ആയത്തുകളിലേക്ക് പോവാം. 41 മുതൽ 47 വരെയുള്ള ആയത്തുകളുടെ ഖിറാഅത്ത് കേൾക്കാം ആദ്യം ഇൻഷാ അല്ലാഹ്. قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين يا مريم اقنتي لربك واسجدي واركعي مع الراكعين ذلك من أنباء الغيب نوحيه إليك
وما كنت لديهم إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى ابن مريم وجيها في الدنيا والآخرة ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين قالت رب أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون. അൽഹംദുലില്ലാ. അപ്പം ഖിറാഅത്ത് കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്ലേഷൻസും വാക്കർത്ഥങ്ങളും നോക്കാം. അപ്പൊ 41-ാമത്തെ ആയത്ത്, അദ്ദേഹം പറഞ്ഞു, റബ്ബേ എനിക്ക് ഒരു അടയാളം ഏർപ്പെടുത്തി തരണമേ. അവൻ പറഞ്ഞു, നിന്റെ അടയാളം സൂചനയായിട്ട്, അത് ആംഗ്യം മുഖേന അല്ലാതെ 3 ദിവസം നീ മനുഷ്യരോട് സംസാരിക്കാതിരിക്കലാകുന്നു. നിന്റെ റബ്ബിനെ നീ ധാരാളം ഓർമ്മിക്കുകയും വൈകിട്ടും കാലത്തും സ്തോത്ര കീർത്തനം തസ്ബീഹ് ചെയ്യുകയും ചെയ്തു കൊള്ളുക. വാക്കർത്ഥം, ഖാല റബ്ബി, അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, ഇജ്അൽ ലി, എനിക്കുണ്ടാക്കി തരണേ, ആയത്തൻ, ഒരു ദൃഷ്ടാന്തം. ഖാല ആയതുക, അവൻ പറഞ്ഞു, നിന്റെ അടയാളം, അല്ലാ തുകല്ലിമ, നീ സംസാരിക്കാതിരിക്കലാണ്. കാഫ് ലാം മീം. ബാക്കിയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടതുകൊണ്ടാണ്, ആയത്ത് ഇജാൽ ഒക്കെ മുമ്പുള്ളത് കൊണ്ടാണ് ഇവിടെ റൂട്ട് ലെറ്റേഴ്സ് ഇടാതിരുന്നത് കേട്ടോ. അന്നാസ, മനുഷ്യരോട്, സലാസത്ത അയ്യാമിൻ, 3 ദിവസം, ഇല്ല റംസ, സൂചന അല്ലെങ്കിൽ ആംഗ്യം അല്ല ആയിട്ടല്ലാതെ, ഇല്ല ആയിട്ടല്ലാതെ. ഓക്കെ, റോ മീം സൈം. വദ്കുർ റബ്ബക, നീ നിന്റെ റബ്ബിനെ സ്മരിക്കുകയും ചെയ്യുക, കസീറൻ, വളരെ ധാരാളമായിട്ട്, വസബ്ബിഹ്, തസ്ബീഹും ചെയ്യുക. ഓക്കെ, സ്തോത്ര കീർത്തനവും ചെയ്യുക, തസ്ബീഹ് ചെയ്യുക. ബിൽ അശി, വൈകുന്നേരം, ഐൻ ഷീൻ വാവ്, വൽ ഇബ്കാർ, രാവിലെ, ബ കാഫ് റോ. അപ്പം അതാണ് 41-ാമത്തെ ആയത്ത്. 42-ാമത്തെ ആയത്തിന്റെ ട്രാൻസ്ലേഷൻ നോക്കാം. മലക്കുകൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. മറിയമേ, നിശ്ചയമായും അള്ളാഹു നിന്നെ വിശിഷ്ടയായി തെരഞ്ഞെടുക്കുകയും നിന്നെ ശുദ്ധിയാക്കുകയും ചെയ്തിരിക്കുന്നു. ലോകരിലുള്ള സ്ത്രീകളിൽ നിന്നെ അവൻ ശ്രേഷ്ഠമായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വാക്കർത്ഥം നോക്കാം. വഇസ് ഖാലതി, പറഞ്ഞ സന്ദർഭവും, അൽ മലായികതു, മലക്കുകൾ, യാ മറിയമു, മറിയമേ, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ഇസ്തഫാക്കി, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, തെളിയിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, വതഹറക്കി, നിന്നെ ശുദ്ധിയാക്കുകയും, വസ്തഫാക്കി, നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു, അലാ നിസാഇൻ, സ്ത്രീകളെക്കാൾ. നിസാ, നൂൻ, സീൻ, വാവ്. ഇസ്തഫ നമ്മൾ മുമ്പേ കണ്ടതാണ് അല്ലെ. അൽ ആലമീൻ, ലോകരിൽ. തൊഹറ നിങ്ങൾക്കറിയാം, തോഹ റോ, തുഹൂറിന്റെ റൂട്ട്. നെക്സ്റ്റ് ആയത് 43. മറിയമേ, നിന്റെ റബ്ബിനോട് നീ ഭക്തി കാണിക്കുക. നീ സുജൂദ്, സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും റുക്കൂ, കുമ്പിട്ട് ചെയ്യുന്നവരോടൊപ്പം റുക്കൂ, കുമ്പിട്ട് നമസ്കാരം ചെയ്യുകയും ചെയ്തു കൊള്ളുക. മറിയമ്മിനുള്ള കൽപ്പനയാണ്. അപ്പം യാ മറിയം, മറിയമേ, ഖുനൂതി, നീ ഭക്തി, ഒതുക്കം കാണിക്കുകയും ചെയ്യുക. ഖുനൂത്ത്, ഖാഫ് നൂൻ ത, മുമ്പ് കണ്ടിട്ടുള്ള വാക്ക് തന്നെയാണ്. ലിറബ്ബിക്കി, നിന്റെ റബ്ബിന്. ഇവിടെ കീ എന്ന് കാണാം എല്ലാ സ്ഥലത്തും അല്ലെ. അത് ഒരു സ്ത്രീയോട് പറയുന്ന കൽപ്പനയാണ്. ഖുനൂതി അല്ലെ. സാധാരണ കാലു കൂലു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ എല്ലാം വാവിൽ അവസാനിക്കുന്നത് ബഹുവചനം പുല്ലിംഗമാണ്. ഇവിടെ തീ, ദീ, കൈ, വസ്തുതി എന്നൊക്കെ കാണുന്നത് ഒറ്റ സ്ത്രീയോട് പറയുന്ന കൽപ്പനയാണ്. അതുപോലെ ലിറബ്ബിക്കി, നിന്റെ റബ്ബ്. സാധാരണ ലിറബ്ബിക്ക അല്ലെങ്കിൽ റബ്ബിക്കും എന്നൊക്കെയാണ് നമ്മൾ കാണാറ് അല്ലെ. അപ്പൊ ഇവിടെ കീ വന്നത് ഒരു സ്ത്രീയോട് പറയുന്നത് കൊണ്ടാണ്. ഓക്കെ, ലിറബ്ബിക്കി, നിന്റെ റബ്ബിന്, വസ്ജുദി, നീ സുജൂദ് ചെയ്യുക, വർഖഇ, നീ റുകൂഉം ചെയ്യുക, മഅ റാക്കിഈൻ, റുകൂ ചെയ്യുന്നവരോട് കൂടി. അടുത്തത് 44-ാമത്തെ ആയത്ത്. അതൊക്കെയും അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു.
നാം നിനക്ക് അത് വഹ്യ് അല്ലെങ്കിൽ ദിവ്യ സന്ദേശം നൽകുകയാണ്. മറിയമിനെ തങ്ങളിൽ ഏതൊരുവൻ ഏറ്റെടുക്കണമെന്ന് അവർ തങ്ങളുടെ പേനകൾ അഥവാ അമ്പുകോലുകൾ മുഖേന നറുക്കിട്ടപ്പോൾ നീ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ലല്ലോ. അവർ തർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നീ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ദാലിക അത് മിൻ അംബാഇ വർത്തമാനങ്ങളിൽ പെട്ടതാണ്. അൽ ഗൈബി അദൃശ്യത്തിന്റെ. നൂഹീഹി അതിനെ നാം വഹി നൽകുന്നു. നൂഹീഹി അതിന്റെ റൂട്ട് വഹിയാണ്. വാവ് ഹ യ. ഇലൈക നിനക്ക്. ഇവിടെ ക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് മറിയമ്മിനോട് പറയുന്നതല്ല എന്നല്ലേ. അപ്പം ആ ഒരു എന്താണ് ദൊമീറിന്റെ ഒക്കെ ഏകവചനം, ബഹുവചനം, സ്ത്രീലിംഗ, പുല്ലിംഗം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. വളരെ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഗ്രാമർ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ജുസു 1ന്റെ ലിങ്കിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാൻ പറ്റും. അതിനകത്ത് ഗ്രാമർ ടിപ്സിന് ഒരു 10-12 സെഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് എടുത്തു നോക്കാം. ജുസു 1ന്റെ ലിങ്ക് നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിലും താഴെ എക്സ്ട്രാ ലിങ്ക്സ് കുറെ കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് ജുസു 1ന്റെ ലിങ്ക് ഉണ്ടാവും. ജുസു 1 താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്രാമർ ടിപ്സിന് മാത്രമായിട്ട് നടത്തിയ സെഷൻസ് കാണാം. അത് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ. ഓക്കെ. വമാ കുന്ത നീ ഉണ്ടായിരുന്നില്ല ലദൈഹിം അവരുടെ അടുക്കൽ ഇദ് യുൽഖൂന അവർ ഇടുമ്പോൾ. ലാം ഖാഫ് യ. യുൽഖൂന റൂട്ട്. അഖ്ലാമഹും അവരുടെ പേനകളെ, അമ്പുകോലുകളെ. ഖാഫ് ലാം മീം കലം എന്നുള്ള വാക്ക്. അയ്യുഹും അവരിൽ ഏതൊരുവൻ അല്ലെങ്കിൽ ആര്. യക്ഫുലു കാഫ് ഫ ലാം ഏറ്റുവാങ്ങും. നമ്മൾ കെഫല പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അല്ലെ. സെയിം റൂട്ട്. മറിയമ മറിയമിനെ. വമാ കുന്ത നീ ഉണ്ടായിരുന്നതുമില്ല ലദൈഹിം അവരുടെ അടുക്കൽ ഇസ് യഖ്തസിമൂൻ അവർ തർക്കിക്കുമ്പോൾ. ഓക്കെ. കേസ് കൂടുമ്പോൾ. ഹ സ്വാദ് മീം. 45-ാമത്തെ ആയത്ത്. ഓക്കെ. മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. മറിയമേ നിശ്ചയമായും അള്ളാഹു അവങ്കിൽ നിന്നുള്ള ഒരു വാക്കിനെ കുറിച്ച് നിനക്ക് സുവിശേഷം അറിയിക്കുന്നു. അവന്റെ പേര് മറിയമിന്റെ മകൻ ഈസ എന്ന മസീഹ് ആകുന്നു. ഇഹത്തിലും പരത്തിലും പ്രമുഖനായും സാമീപ്യം സിദ്ധിക്കുന്നവരിൽ പെട്ടവരായും കൊണ്ട്. 45-ാമത്തെ ആയത്ത്. ഓക്കെ. അതിന്റെ വാക്കർത്ഥം. ഇദ്ഖാലത്ത് പറഞ്ഞ സന്ദർഭം. അൽ മലായികത്തു മലക്കുകൾ. യാ മറിയമു മറിയമേ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു യുബശ്ശിറുക്കി നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബ ഷീൻ റോ. ബികലിമത്തിൻ ഒരു വാക്കുകൊണ്ട്. മിൻഹു അവങ്കൽ നിന്നുള്ള. ഇസ്മുഹു അവന്റെ അദ്ദേഹത്തിന്റെ പേര്. സീൻ മീം വാവ്. അൽ മസീഹു മസീഹ് എന്നാകുന്നു. ഈസ ഈസ എന്ന. ഇബ്നു മറിയമ മറിയമിന്റെ മകൻ. വജീഹൻ പ്രമുഖനായിക്കൊണ്ട്. വാവ് ജീം ഹ. ഫിദ്ദുന്യ ഇഹത്തിൽ. വൽ ആഖിറതി പരത്തിലും. വമിനൽ മുഖറബീൻ അടുപ്പിക്കപ്പെട്ട സാമീപ്യം നൽകപ്പെട്ട അടുപ്പം സിദ്ധിക്കപ്പെട്ടവരിൽ നിന്നും. ഓക്കെ. ഖാഫ് റോ ബ ഖരീബ് എന്നുള്ള വാക്ക്. 46-ാമത്തെ ആയത്ത്. തൊട്ടിലായിരിക്കുകയും മധ്യവയസ്കരായ നിലയിലും അവൻ മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്യും. സദ്വൃത്തവരിൽ പെട്ടവനാകുന്നു അവൻ. ഐസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നതാണ് അല്ലെ. വയുക്കല്ലിമു അദ്ദേഹം അവൻ സംസാരിക്കുകയും ചെയ്യും. അന്നാസ മനുഷ്യരോട്. ഫിൽ മഹ്ദി തൊട്ടിലിൽ വെച്ച്. വകഹ്ലൻ മധ്യവയസ്കനായും യുവാവായും. വമിന സ്വാലിഹീൻ സദ്വൃത്തവരിൽ പെട്ടവനും. അവസാനത്തെ ആയത്ത്. അവൾ മറിയം പറഞ്ഞു, എന്റെ റബ്ബേ എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകും? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ. അവൻ പറഞ്ഞു, അങ്ങനെ തന്നെയാണ് കാര്യം. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അതെ, അവൻ ഒരു കാര്യം തീരുമാനം ചെയ്താൽ അതിനോട് ഉണ്ടാകുക എന്ന് മാത്രം പറയുന്നു, അപ്പോൾ അത് ഉണ്ടാകുന്നു. സുബ്ഹാനല്ലാഹ്. ഓരോന്നും ശരിക്കും ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ആയത്തുകളാണ് അല്ലെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഈമാന്റെ കടുപ്പം കൂട്ടാൻ പറ്റുന്ന ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ റബ്ബിന്റെ തൃപ്തിക്ക് വേറൊന്നും വേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം വാക്കർത്ഥം നോക്കാം ഈ ആയത്തിന്റെ. ഖാലത്ത് അവൾ പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, അന്നാ യകൂനു എങ്ങനെ ഉണ്ടാകും, ലീ എനിക്ക് വലതുൻ ഒരു കുട്ടി, ഒരു ആൺകുട്ടി, വലം യംസസ്നി എന്നെ തൊട്ടിട്ടുമില്ല, മീം സീൻ ല്ലേ മസ്സ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ വാക്ക്, ബഷറുൻ ഒരു മനുഷ്യൻ, ഖാല അവൻ പറഞ്ഞു, കദാലികി അപ്രകാരമാണ്, അല്ലാഹ
അല്ലാഹു യഖ്ലുഖു അല്ലാഹു സൃഷ്ടിക്കുന്നു. മാ യശാഉ അവൻ ഉദ്ദേശിക്കുന്നത്. ഇദാ ഖദാ അവൻ തീരുമാനിച്ചാൽ. ഖാഫ് ളാദ് യ അംറൻ ഒരു കാര്യം. ഫഇന്നമാ യഖൂലു എന്നാൽ അവൻ പറയുക മാത്രം ചെയ്യും. ലഹു അതിനോട് അതിനെക്കുറിച്ച് കുൻ ഉണ്ടാകുക എന്ന്. ഫയക്കൂൻ അപ്പോഴത് ഉണ്ടാകും. അൽഹംദുലില്ലാഹ്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ 2 ആഴ്ച കാണാനുള്ള ആയത്തുകൾ, വാക്കർത്ഥങ്ങളും അതിന്റെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഇൻഷാ അല്ലാഹ് അപ്ലോഡ് ചെയ്തിട്ട് അറിയിക്കാം. എല്ലാവരും വാക്കർത്തൊക്കെ പഠിച്ച് തഫ്സീറിന് വേണ്ടി റെഡിയാകുക. ഇൻഷാ അല്ലാഹ് തഫ്സീറിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇത്രയും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താണ്. അൽഹംദുലില്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.